ഹായ് കൂട്ടുകാരെ, മഹാഭാരത കഥകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജനമേജയ മഹാരാജാവിനോട് വൈശമ്പായന മഹർഷി മഹാഭാരത കഥ പറയുന്നത് തുടരുകയാണ്. തൻ്റെ അച്ഛനായ സുബലൻ മഹാരാജാവിൻ്റെ നട്ടെല്ലിൽ നിന്നും തീർത്ത പകിട 2 ഉപയോഗിച്ചാണ് ശകുനി കൗരവരെയും പാണ്ഡവരെയും തമ്മിൽ തല്ലിക്കാൻ പോകുന്നത്. തൻ്റെ പെങ്ങളായ ഗാന്ധാരിയുടെ മക്കളായ കൗരവരോട് കൂടി ചേർന്നാണ് ശകുനി പാണ്ഡവരെ കീഴ്പ്പെടുത്താനായി ഇറങ്ങുന്നത്. പ്രതികാരദാഹിയായ, പ്രതികാര അഗ്നിയിൽ ജ്വലിക്കുന്ന ശകുനി പ്രതികാരം തീർക്കാൻ വേണ്ടി തന്നെയാണ് ദുര്യോധനൻ്റെയും കർണൻ്റെയും ഒപ്പം ഇപ്പോൾ കൂടിയിട്ടുള്ളത്. ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരനെ രാജാവാക്കി വാഴിക്കാനാണ് ധൃതരാഷ്ട്രരുടെ തീരുമാനം. യുവരാജാവാണെങ്കിലും ശരിക്കും കിരീടധാരണം നടത്തി ആ രാജ്യത്തെ രാജാവാക്കി വാഴിക്കാനാണ് അടുത്ത പുറപ്പാട്. ഇതിൽ മനം നൊന്ത ദുര്യോധനൻ ധൃതരാഷ്ട്രരോട് ഇങ്ങനെ പറഞ്ഞു: അച്ഛനൊരു വിഡ്ഢിയാണ്. ഈ രാജ്യം മുഴുവൻ അന്ധതയുടെ പേരിൽ അങ്ങ് ഭരിക്കാതെ പാണ്ഡുവിന് നൽകി. ഇപ്പോഴിതാ സ്വന്തം മക്കളെ തഴഞ്ഞുകൊണ്ട് പാണ്ഡവർക്ക് അധികാരം കൊടുക്കാൻ പോകുന്നു. അച്ഛൻ്റെ മക്കളല്ല വലുത്. ഇത് എതിർക്കപ്പെടേണ്ടതാണ്. അച്ഛനൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാനല്ലേ ഈ രാജ്യത്തെ രാജാവാകേണ്ടത്? ദുര്യോധനൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു. ദുര്യോധനന്റെ ഈ പറച്ചിലും കണികന്റെ ഉപദേശവും ധൃതരാഷ്ട്രരിൽ ചലനമുണ്ടാക്കി. അതായത് മനസ്സ് നീറാൻ തുടങ്ങി. മക്കളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരച്ഛനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ദുര്യോധനന്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തീമഴയായി പതിച്ചു. ധൃതരാഷ്ട്രർ പറഞ്ഞു: മകനെ ദുര്യോധന, നമ്മളിപ്പോൾ പാണ്ഡവരെ ഒഴിവാക്കിയാൽ അവർ നമ്മളെ നാമാവശേഷമാക്കും. അത്രയ്ക്കും കരുത്തുറ്റവരാണ് അവർ. ഭീഷ്മർ അതുപോലെ തന്നെ പാണ്ഡു ഭരിക്കുന്ന അക്കാലം സുവർണകാലമായിരുന്നു. അവർ എന്നെ ഒരിക്കലും അവഗണിച്ചില്ല. എല്ലാം എന്നോട് ചോദിച്ചാണ് ചെയ്തത്. മാത്രമല്ല പാണ്ഡുവിന് എന്നെ വലിയ ഇഷ്ടവും ആയിരുന്നു. അങ്ങനെയുള്ള പാണ്ഡുവിൻ്റെ മക്കളെ ഞാൻ എങ്ങനെ മറ്റൊരു രീതിയിൽ കാണും? എവിടേക്ക് ഞാൻ അവരെ പറഞ്ഞുവിടും? ധൃതരാഷ്ട്രർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദുര്യോധനൻ പറഞ്ഞു: ഹസ്തിനപുരിയിൽ നിന്നും ദൂരെ ഒരു സ്ഥലമുണ്ട്. അതാണ് വാരണാവതം. അവിടെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ പാണ്ഡവരെ പറഞ്ഞേൽപ്പിക്കണം. കുന്തിയോടൊപ്പം അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടോളൂ. അവർ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ ജനങ്ങളെ എല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ചോളാം. ഞാൻ അവർക്ക് ധാരാളം ദാനം നൽകി അവരെ കയ്യിലെടുത്തോളാം. അതോടുകൂടി ജനങ്ങൾ പറയും, ദുര്യോധനൻ ഞങ്ങൾക്ക് രാജാവായാൽ മതിയെന്ന്. വാരണാവതത്തിൽ നിന്നും ഇങ്ങോട്ട് വരാതെ പാണ്ഡവരെ ഞാൻ അവിടെ വെച്ച് തീർക്കും. അതിനുള്ള വഴി ഞാൻ എടുത്തിട്ടുണ്ട്, ദുര്യോധനൻ കർണനോട് പറഞ്ഞു. അങ്ങനെ കുന്തിയും പാണ്ഡവരും യാത്ര പറയുകയാണ് ഹസ്തിനപുരിയിൽ നിന്നും വാരണാവതത്തിലേക്ക്. അവിടെ ചെന്നപ്പോൾ എല്ലാവരും പൂക്കൾ അർപ്പിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കുകയും അവർ സന്തോഷമായി അവിടെ കഴിയുകയും ചെയ്തു. പോകും മുമ്പ് കുറേ ദൂരം പിന്നിട്ടുകൊണ്ട് വിതുരർ ഇവരെ പിന്തുടർന്നിരുന്നു. വിതുരർ ചെറിയച്ഛൻ യുധിഷ്ഠിരനോട് പറഞ്ഞു: ഇത് ചതിയാണ്, ദുര്യോധനൻ നടത്തുന്ന ചതി. സൂക്ഷിക്കണം യുധിഷ്ഠിര, അവൻ നിന്നെ അഗ്നിക്കിരയാക്കും. നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തെയും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നടക്കാൻ. ചെറിയച്ഛൻ്റെ ഉപദേശം കേട്ടുകൊണ്ടാണ് പാണ്ഡവർ വാരണാവതത്തിലേക്ക് വന്നതും. ദുര്യോധനന്റെ മന്ത്രിയായ പുരോചനൻ പാണ്ഡവർക്കൊരു മാളിക പണിതു കൊടുത്തു. അതെന്തിനാണെന്നറിയാമോ? വാരണാവതത്തിൽ അവർക്ക് താമസിക്കാൻ വേണ്ടി. അതിൻ്റെ പേരാണ് അരക്കില്ലം. അത് ഉണ്ടാക്കിയിട്ടുള്ളത് നെയ്യ്, അരക്ക് തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ചാണ്. എല്ലാം തീ പെട്ടെന്ന് പിടിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ തന്നെ യുധിഷ്ഠിരന്റെ മനസ്സിൽ വിതുരരുടെ ഉപദേശം പൊങ്ങി വന്നു.
അതെ, എന്നെ വധിക്കാനാണ്, എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കാനാണ് ഈ അരക്കുകൊണ്ടുള്ള പണി എന്നും പുരോചനൻ ഈ ഒരു മാളികയ്ക്ക് കാവൽ നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഉറപ്പായി തീയിടാനാണ് ഇവന്റെ ഉദ്ദേശം. ഉത്തര ഭാരതത്തിലെ മീററ്റിൽ നിന്നും 20 നാഴിക അകലെ സ്ഥിതി ചെയ്യുന്ന വർണ്ണവ എന്ന സ്ഥലമാണ് വാരണാവതമായി മഹാഭാരതത്തിൽ പറയുന്നത്. അരക്കില്ലത്തിന്റെ പണിയൊക്കെ അറിഞ്ഞ വിതുരർ ഒരു ദൂതനെ പറഞ്ഞു വിട്ടു. യുധിഷ്ഠിരനോട് ദൂതൻ വന്നു പറഞ്ഞു, ഞാൻ അങ്ങേക്കൊരു തുരങ്കം പണിയാൻ പോകുന്നു. ചെറിയച്ഛൻ്റെ ഉപദേശമാണ്. ഇവിടെ തീയിടുമ്പോൾ അങ്ങും മാതാവും സഹോദരരും ഈ തുരങ്കത്തിലൂടെ രക്ഷപ്പെടണം. വനമാണ്, വനത്തിനുള്ളിലൂടെ രക്ഷപ്പെടണം. അങ്ങനെ ഈ ദൂതൻ ഒരു തുരങ്കം പണിക്കാരനെ പറഞ്ഞു വിടുകയും വിതുരരുടെ ഉപദേശപ്രകാരം ദൂതൻ ഒരു തുരങ്കം പണിക്കാരനെ കൊണ്ടുവരികയും അവിടെ തുരങ്കം പണി ആരംഭിക്കുകയും ചെയ്തു. ആരും അറിയാതെയാണ് ആ തുരങ്കം പണിതത്. ആർക്കും അത് മനസ്സിലാവുകയും ഇല്ല. ആ ഒരു രീതിയിലാണ് പണിതത്. ഒരു കൊടുങ്കാട് മുഴുവൻ തീപിടിച്ച് എല്ലാം ഇല്ലാതായാലും മാളത്തിൽ, ശരിയായ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ജീവി രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇതാണ് വിതുരന്റെ ഉപദേശം. യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു, അനുജ, ഈ ഒരു വീട്ടിൽ നമ്മൾ എവിടെ ചെന്ന് നോക്കിയാലും അരക്കിന്റെ മണമാണ്. തീർച്ചയായും നമ്മളെ കൊല്ലാനാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുള്ളത്. ദുര്യോധനനും കൂട്ടരും. കർണൻ അതിന് കൂട്ടുമാണ്. നമ്മുടെ ഗുരുനാഥന്മാർക്കൊന്നും ഇത് അറിയുകയും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തുരങ്കം വഴി രക്ഷപ്പെടുക തന്നെ വേണം. ശ്രദ്ധിച്ചിരുന്നോളൂ. പാണ്ഡവർ എപ്പോഴും ശ്രദ്ധയോടുകൂടിയാണ് നടന്നത്. വിതുരർ ഒരു എഴുത്ത് ദൂതൻ വഴി കൊടുത്തയച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ദ്രിയ നിഗ്രഹമുള്ളവന് അവനെ ഒരാൾക്കും നശിപ്പിക്കാൻ സാധ്യമല്ല. അത് നമ്മുടെ യുധിഷ്ഠിരന് ഉണ്ട്. അവൻ കുടുംബത്തെ നോക്കിക്കൊള്ളും. അന്ധന് നിശാബോധമില്ല, മാത്രമല്ല വഴിയും അറിയില്ല. അതേപോലെ തന്നെ ധൈര്യമില്ലാത്തവന് വിവേകമുണ്ടാവുകയില്ല. നക്ഷത്രങ്ങളെ നോക്കി നിങ്ങൾ ദിക്ക് മനസ്സിലാക്കുക. കോലരക്ക്, മുള, പുല്ല്, മൃഗക്കൊഴുപ്പ്, ഇതുകൊണ്ടാണ് അരക്കില്ലം പണിതത്. ഉടനെ തന്നെ പുരോചനൻ തീയിടും. നമ്മൾ ആ തീയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിയാലും ദുര്യോധനന്റെ ആൾക്കാർ നമ്മളെ കൊല്ലും. എന്തു ചെയ്യും? ഉടനെ തന്നെ പാണ്ഡവർ ഒരു തീരുമാനമെടുത്തു. ദാനം നൽകാൻ അവർ തീരുമാനിച്ചു. അത്രയ്ക്കും പ്രിയപ്പെട്ടവരായി മാറി വാരണാവതത്തിലെ ജനങ്ങൾക്ക് പാണ്ഡവർ. കുന്തി ഒരു സദ്യ ഒരുക്കുകയാണ്. എല്ലാ സ്ത്രീകളെയും മക്കളെയും മറ്റ് ജനങ്ങളെയും ഒക്കെ കുന്തി വിളിച്ചു വരുത്തി. നല്ല ഒരു സദ്യ തന്നെ അവർക്ക് വേണ്ടി, ഒരു ബ്രാഹ്മണ സദ്യയാണ് കുന്തിദേവി ഒരുക്കിയിരുന്നത്. അതിൽ ഒരു കാട്ടാളത്തിയും 5 മക്കളും പങ്കെടുക്കാൻ വന്നു. 5 മക്കളെയും സദ്യ കഴിഞ്ഞ് കാട്ടാളത്തി ഉറക്കിക്കിടത്തി. കാട്ടാളത്തിയും അവിടെ കിടന്നു. ഭീമൻ ഉടനെ തന്നെ പുരോചനൻ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് എത്തി. ഭീമസേനൻ പുരോചനന്റെ അടുത്തു തന്നെ തീയിട്ടു. പുരോചനനും കാട്ടാളത്തിയും 5 മക്കളും മറ്റെല്ലാവരും മരക്കില്ലവും ഭസ്മമായി, വെന്ത് വെണ്ണീറായി. പാണ്ഡവർ തുരങ്കത്തിലൂടെ രക്ഷപ്പെടുകയും ചെയ്തു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ പ്രജകളെല്ലാം ഓടിക്കൂടി വാവിട്ട് നിലവിളിച്ചു, പാണ്ഡവരിതാ മരിച്ചുപോയി, ഇതാ 5 പേരും അമ്മയും കിടക്കുന്നു. അവരുടെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. സത്യത്തിൽ അതാരായിരുന്നു? കാട്ടാളത്തെയും മക്കളുമായിരുന്നു. ജനങ്ങൾ തെറ്റിദ്ധരിച്ചു. വാർത്ത ദുര്യോധനന്റെ ചെവിയിലും എത്തി. സമാധാനമായി. അങ്ങനെ പാണ്ഡവരുടെ ശല്യം തീർന്നു കിട്ടി. 5ഉം അമ്മയും വെന്ത് വെണ്ണീറായിരിക്കുന്നു. എന്റെ സൂത്രം ഫലിച്ചു കർണ. ദുര്യോധനൻ ആർത്തട്ടഹസിച്ചു. ധൃതരാഷ്ട്രർക്കും ഉള്ളിൽ സന്തോഷമായി. ഇനി എൻ്റെ മക്കൾക്കായി ഹസ്തിനപുരി. പാണ്ഡവരെന്തു ചെയ്തു? തുരങ്കത്തിലൂടെ വനത്തിനുള്ളിലേക്ക് കടന്നു.
അങ്ങനെ അവർ നടന്ന് നടന്ന് ഗംഗാതീരത്തെത്തി. ഗംഗാനദി മുറിച്ചു കടക്കണം. വിതുരരുടെ ദൂതൻ വന്ന് അവരെ നദി മുറിച്ചു കടക്കാൻ സഹായിച്ചു. ഇനിയും കുറെ നാൾ വനത്തിൽ കഴിയണം. എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ടാൽ ദുര്യോധനന്റെ ആളുകൾ കൊല്ലും. ദാഹിച്ചു വലഞ്ഞ മാതാവ്, ക്ഷീണിച്ചവശരായ സഹോദരങ്ങൾ, ഭീമന്റെ ശക്തിയും കരുത്തുമൊന്നും അവർക്കില്ലല്ലോ. ഇതറിഞ്ഞ ഭീമൻ വെള്ളത്തിനായി കാട്ടിനുള്ളിലേക്ക് നടക്കുകയാണ്. തൻ്റെ തളർന്ന അമ്മയെ എടുത്ത് തോളിലിരുത്തി. സഹോദരന്മാരെ ഒക്കത്തും ഇരുത്തി, തോളത്തും ഇരുത്തി താങ്ങിപ്പിടിച്ചു. അങ്ങനെ അജയ്യനായ ബലവാനായ 1000 ആനകളെ അടിച്ചു പൊട്ടിക്കാൻ കഴിവുള്ള ഭീമസേനൻ ഇങ്ങനെ നടന്നു ഏകനായി. കൂടെ ദേഹത്ത് ഒട്ടിപ്പിടിച്ച് പറ്റിപ്പിടിച്ച് സഹോദരങ്ങളും അമ്മയും. അതൊരു കാഴ്ച തന്നെയായിരുന്നു. അങ്ങനെ അവർ ഒരു വലിയ മരച്ചുവട്ടിൽ എത്തി. അവിടെ തൻ്റെ അമ്മയെയും അനുജന്മാരെയും കിടത്തി ഉറക്കിയ ശേഷം ഭീമസേനൻ ഇങ്ങനെ നിവർന്നു നിന്ന് നോക്കുമ്പോൾ കുറേ വെള്ളക്കൊക്കുകൾ പറക്കുന്നത് കണ്ടു. അപ്പോൾ ഉറപ്പായി കൊക്കുകൾ പറക്കുന്നിടത്ത് വെള്ളമുണ്ടാകും. ഞാൻ പോയി നോക്കട്ടെ. ഭീമൻ അമ്മയെയും സഹോദരങ്ങളെയും ഉറക്കിക്കിടത്തി വെള്ളത്തിനായി വനത്തിൻ്റെ വെള്ളമുള്ള ഭാഗത്തേക്ക് നീങ്ങി. വസുദേവരുടെ പെങ്ങൾ, അതായത് ശ്രീകൃഷ്ണന്റെ അമ്മായി, അച്ഛൻ്റെ പെങ്ങൾ, വിചിത്രവീര്യന്റെ ധീരയായ മരുമകൾ, കുന്തി ഭോജന്റെ മകൾ കുന്തി പൃഥ, അത്രയും വലിയ രാജാവായ പാണ്ഡുവിൻ്റെ ഭാര്യ, ഇത്രയൊക്കെ പദവിയുള്ള ധീരവനിതയായ കുന്തി തന്നെ ജനിപ്പിച്ച മാതാവാണ് ഈ കിടക്കുന്നത്. അവരുടെ അവസ്ഥ കണ്ട് ഭീമന്റെ മനസ്സ് തേങ്ങി, വിങ്ങിക്കരഞ്ഞു ഭീമൻ. എൻ്റെ അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ, എൻ്റെ സഹോദരങ്ങൾ ഈ കല്ലിലും മുള്ളിലും കിടക്കുന്നല്ലോ. അതീവ ദുഃഖിതനായി ഭീമൻ മരച്ചുവട്ടിലിരുന്ന് തേങ്ങി. വെള്ളം കൊണ്ടുവരണം, ഇവർക്ക് കൊടുക്കണം. വെള്ളത്തിന് പോകുമ്പോൾ വെള്ളം കിട്ടുമോ? തുടർന്ന് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും ഭീമന്? അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ അറിയാൻ കഥയുടെ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുമല്ലോ. മഹാഭാരത കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ.